കിലോ പടവലങ്ങ എടുത്തിരിക്കുന്നത്. ഈ വലിപ്പത്തിലുള്ള ഒരു 10 ഉള്ളി, ഈ പടവലങ്ങയും ഉള്ളിയും നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഒരു അല്പം ഇഞ്ചിയാണ് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്. തേങ്ങ വറുത്തെടുക്കണം. ഒരു മുറി തേങ്ങയാണ്. മഞ്ഞൾ, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, അല്പം മല്ലിപ്പൊടി 10-15 കുരുമുളക്, ഒരു നാരങ്ങ വലുപ്പത്തിലാണ് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചേക്കണേ. ചട്ടി വെച്ച് നമുക്ക് അല്പം ചൂടാകുമ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇപ്പം പടവലങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഇട്ട് കൊടുക്കാം, മുളക് ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് വാടണം. ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പൊന്ന് ചേർത്തോണം. പിന്നെ ഇങ്ങനെ നാല് കയറി കഴിയുമ്പോൾ ഇത് ചെറുതായിട്ട് വേഗം വെക്കണം. പടവലങ്ങ വെന്തൊന്ന് നോക്കാവേ. ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തീ ഓഫ് ചെയ്ത് അടച്ചോടെ വെക്കാം. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പം അതിൻ്റെ തീ ഒന്ന് കുറച്ച് കൊടുക്കണേ. ഇതിപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമേ ഇല്ല. തേങ്ങ വറക്കുമ്പോഴേ ഇത് നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ടൊന്ന് പതുക്കതയാണ്. ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ഒട്ടും അടുക്കി പിടിക്കത്തില്ല. അതിന് ശേഷം ഒന്ന് തീ കൂട്ടി നോക്കിക്കേ. ഇനി ഈ തേങ്ങ ഒന്ന് നല്ലോണം വാടട്ടെ. വാടി കഴിയുമ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇത്രയും വാടി വരുമ്പോഴത്തേക്ക് 2 തണ്ട് കരിയാപ്പില, സാമാന്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. മല്ലിപ്പൊടിയും കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പൊടി ഇട്ട് കൊടുത്ത് ഇതേണ്ടോ ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി. അതിനുശേഷം തീ ഓഫ് ചെയ്തിടണം. നല്ല ചൂടുള്ള ചീനച്ചട്ടി ആയതുകൊണ്ട് ഈ ഓഫ് ചെയ്ത് ഇട്ടതിന് ശേഷം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് തന്നെ കടന്ന് അതനുസരിച്ചുള്ള മൂപ്പ് വാല വിട്ടാണ് നമ്മൾ ഓഫ് ആക്കിയിരിക്കുന്നത്. ഇത്രയും ഈ കളറാകുമ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അരയ്ക്കുമ്പോൾ ഒരു കാരണവശാലും അല്പം പോലും വെള്ളം ചേർക്കരുത്. ഈ മിക്സിക്കകത്ത് പോലും കഴുകിയ വെള്ളം പോലും കാണാൻ പാടില്ലെന്ന ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് എണ്ണ തെളിഞ്ഞു വരും. നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ആ തേങ്ങയ്ക്കകത്ത് എണ്ണയാണ് വന്നിരിക്കുന്നത്. പുളി ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ച പുളിയുടെ അത്രയും വേണ്ടെങ്കിൽ അതിൻ്റെ കണക്കനുസരിച്ച് പുളി ചേർത്ത് കൊടുക്കാവുള്ളൂ. ഒഴിച്ചതിന് ശേഷം ഉപ്പ് നോക്കണം. ഉപ്പും കൂടെ നോക്കിയിട്ട് ഒന്ന് തിളപ്പിച്ച് കൊടുക്കണം. തിളച്ച് വരുന്ന നമ്മുടെ ചട്ടിയിലേക്ക് നമുക്ക് ഈ തേങ്ങ അരച്ച് ഇട്ട് കൊടുക്കാവേ. ഈ തേങ്ങ അരച്ചിട്ട് കൊടുക്കുമ്പം ആ പോരാത്ത വെള്ളമാണ് നമ്മൾ ഇനി ചേർക്കേണ്ടത്. ഇനി നമുക്ക് ഈ മിക്സി കഴുകിയ വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ. അധികം നീട്ടെടുത്ത് തേങ്ങ അരച്ച് ചാറ് പോലൊന്നും ഈ നീലിനൊരു ശകലം കൊഴുപ്പ് വേണേ. കണ്ടോ, ഇത്രയേ ആകാവുള്ളൂ. ഇനി ഒന്ന് തിളച്ച് വരണേ. അടച്ചു വെച്ചൊന്ന് തിളപ്പിക്കാം. അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. മുളക് ഇട്ട് കൊടുക്കാം. ഒരല്പം കരിവേപ്പില മുളക് ഇട്ട് കൊടുക്കാം. ഈ ചട്ടി ഇളക്കാതെ ഒരു 10 മിനിറ്റ് അങ്ങ് അടച്ചു വെക്കണേ. ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.